നമസ്കാരം. സമാനതകളില്ലാത്ത കലാപത്തിലൂടെയാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. അവിടെ വിദ്യാർത്ഥി നേതാവ് ഹാദി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വലിയ രാഷ്ട്രീയ അസ്ഥിരത ആ രാഷ്ട്രത്തിലുടനീളം ഉണ്ട്. ഏതായാലും കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളുമായാണ് അവിടെ സമരവും പ്രതിഷേധവും നടക്കുന്നത്. വലിയ രീതിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് അയൽരാജ്യമായ ബംഗ്ലാദേശുമായി ഇന്ത്യ പുലർത്തിയിരുന്ന ദശകങ്ങൾ നീണ്ട സൗഹൃദം മുമ്പെങ്ങുമില്ലാത്ത വിധം തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ച കൂടി കാണുന്നത്. ബംഗ്ലാദേശിലെ യുവ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിസ സേവനങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് പിന്നാലെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാ സൗകര്യങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമായിരുന്നു ബംഗ്ലാദേശ്. അതിനിടയിലാണ് ഷെയ്ഖ് ഹസീന സർക്കാർ താഴേക്ക് നിലം പതിക്കുന്നത്. ഈ ഘട്ടത്തിൽ മുഹമ്മദ് യൂനുസ് താൽക്കാലിക രാഷ്ട്ര നേതാവായി വന്നുവെങ്കിലും ഇന്ത്യയുമായുള്ള അടിസ്ഥാന ബന്ധങ്ങളൊന്നും പുലർത്താൻ സാധിച്ചിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി സമരം എന്ന പേരിൽ വലിയ മതകലാപം രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയമായി അസ്ഥിരമാണ്. ഈ വരുന്ന ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഹാദി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. കൊല്ലപ്പെട്ടത് ഘട്ടത്തിൽ അത് ഇന്ത്യ ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്നും ഇന്ത്യയാണ് കൊലയാളികൾക്ക് പുറമായും അർത്ഥത്തിൽ സംരക്ഷണം ഒരുക്കുന്നതെന്ന് ആണ് പ്രധാനമായും സമരക്കാർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സഹകരണത്തിന്റെ ആവശ്യമില്ല എന്നും ഇന്ത്യ വിരുദ്ധമായ നിലപാടുകളുമാണ് സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ എടുക്കുന്നത്. ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന അസം, മണിപ്പൂർ, മിസോറാം അടക്കമുള്ള 7 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാണ് എന്നതടക്കം പറഞ്ഞിരുന്ന നേതാവാണ് ഹാദി. എന്നാലും പ്രതികാര നടപടിയുമായി ബംഗ്ലാദേശും വരികയാണ്. ചോട്ടഗ്രാമിലെ ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് തിരിച്ചടി നൽകിയത്. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾ കാരണമാണ് നടപടിയെന്ന് ബംഗ്ലാദേശ് മിഷൻ വ്യക്തമാക്കിയെങ്കിലും ഇന്ത്യയുടെ നീക്കത്തിനുള്ള മറുപടിയായാണ് ഇതിനെ നയതന്ത്ര ലോകം വിലയിരുത്തുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ ജനകീയ പ്രക്ഷോഭത്തിലെ പ്രധാന മുഖമായിരുന്നു ഉസ്മാൻ ഹാദിയുടെ മരണം ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധത്തിനാണ് തിരികൊളുത്തിയത്. ചോട്ടഗ്രാമിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് മുന്നിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ രക്തച്ചൊരിച്ചിലിന് തയ്യാറാണെന്നും ആവശ്യമെങ്കിൽ ആയുധമെടുക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. സുരക്ഷാ ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇന്ത്യ വിസ സെന്റർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പേടിസ്വപ്നം എന്നാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശേഷിപ്പിച്ചത്. ശശി തരൂർ അധ്യക്ഷനായ സമിതി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറയ്ക്ക് ഇന്ത്യയിലുള്ള താല്പര്യം കുറഞ്ഞു. ബംഗ്ലാദേശിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും സ്വാധീനം വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. 71-ലെ യുദ്ധം ഒരു പുതിയ രാജ്യത്തിന്റെ ജനനത്തിനാണ് വഴിയൊരുക്കിയെങ്കിൽ ഇന്നത്തെ സാഹചര്യം ഇന്ത്യയിൽ നിന്നുള്ള ബംഗ്ലാദേശിന്റെ പൂർണ്ണമായും അകൽച്ചയ്ക്ക് കാരണമായേക്കാമെന്നും വിലയിരുത്തലുണ്ട്.